الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ നന്മകളുള്ള നമ്മുടെ മനസ്സറിയുന്ന നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ സ്കൂളിൽ ഒരുപാട് കഴിവുകൾ കാണുന്നത് പിറകിലിരിക്കുന്ന ശാരീരിക സ്വസ്ഥതയില്ലാത്ത ആളുകളാണ്. ആ കുട്ടികളൊക്കെ സ്കൂൾ പൂർത്തിയാക്കിയിരിക്കാൻ മാറാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പുണ്യങ്ങളേറെയുമാകുന്ന പരിശുദ്ധമായ റമദാൻ നമ്മളോട് വിട പറയാനുള്ള ഒരു സന്ദർഭത്തിലാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ റമദാനല്ല നമ്മളോട് വിട പറയുന്നത്. അടുത്ത വർഷം പരിശുദ്ധമായ റമദാൻ ഇവിടെ വരും. ആ റമദാനിൽ ചെയ്തു തീർക്കേണ്ടുന്ന കർമ്മങ്ങളും ആരാധനകളുമായി ആളുകൾ അതിന്റെ കൂടെ ഉണ്ടാവുക. എന്നാൽ നമ്മൾ ആ പരിശുദ്ധമായ റമദാനിൽ ഉണ്ടാവുക എന്നുള്ള ചിന്തയാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്. വിശ്വാസികളെ ഒരു മാസക്കാലം എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയത്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ പരിശുദ്ധമായ റമദാനിലൂടെ എന്റെ റബ്ബ് എന്നിൽ നിന്ന് ആഗ്രഹിച്ച
എന്റെ റബ്ബ് എന്നിൽ നിന്ന് ഇഷ്ടപ്പെട്ടിരുന്ന കുറെ കാര്യങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, അതെല്ലാം ഞാൻ നേടിയിട്ടുണ്ടോ എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ തഖ്വ എന്നത്, സൂക്ഷ്മത എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാനവരാശിയെ, മാനവകുലത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, യേ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പിനെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ആ ഒരു പോയിന്റിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തിപ്പെടേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകുവാൻ വേണ്ടിയാണ്, നിങ്ങൾ തഖ്വ പാലിക്കുന്നവരാകുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ രഹസ്യ പരസ്യ മേഖലകളിൽ, നിങ്ങളുടെ ക്രയവിക്രയങ്ങളിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളോട് എന്തൊക്കെ വിഷയങ്ങൾ സ്വീകരിക്കുവാനും എന്തൊക്കെ വിഷയങ്ങൾ തിരസ്കരിക്കുവാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അതിനെ അതിൻ്റെതായ മുറയിലൂടെ കൊണ്ടുപോകുവാൻ, തഖ്വ ജീവിതത്തിലൂടെ പരിഗണിക്കുവാനാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ പരസ്പരം നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, എത്ര പെട്ടെന്നാലേ പരിശുദ്ധമായ റമളാനിന്റെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. എന്നാൽ വിശ്വാസികളെ ആ സന്ദർഭത്തിൽ ചിന്തിക്കുവാൻ കഴിഞ്ഞോ നമുക്ക്? അല്ലാഹുവേ, ഓരോ ദിവസം എന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധമായ റമളാൻ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോഴും എന്റെ ജീവിതത്തിൽ നിന്ന് എന്നോട് ഓരോ ദിവസവും ഇവിടെ പറയുമ്പോഴും എന്റെ ജീവിതത്തിലെ തഖ്വ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ നിന്നുള്ള കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. തഖ്വയില്ലാത്തവന്റെ ഒരു കർമ്മവും അല്ലാഹു ആവശ്യമില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് തഖ്വയുള്ള ആളുകളിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നാമതായി ഈ തഖ്വ, ഈ പരിശുദ്ധമായ റമളാനിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയണം. സാധ്യമായിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നഷ്ടക്കാരാണ്, നമ്മൾ നഷ്ടത്തിൽ സംഭവിച്ചു പോയ ആളുകളാണ്. എത്ര പരിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രങ്ങൾ പടച്ചവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ തന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ടും ജീവിതത്തിലൂടെ ഒരു മാറ്റവും ഇല്ലാതെ അല്ലേ? ചില ആളുകളുടെ പരിപാടി എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ അവർ എല്ലാ തോന്നിവാസങ്ങളും അവർ ചെയ്യാണ്, എല്ലാ തോന്നിവാസങ്ങളും അവർ ചെയ്യാണ്. എന്നിട്ടോ അവരുടെ സ്വന്തം ന്യൂനതകളെ അവർ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്ക് ചികഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. നല്ല സുഖമുള്ള പരിപാടിയാണ്, പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് പാത്രമാകുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താ? നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുവഹ്ഹിദുകളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്. നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി പരിശുദ്ധമായ റമളാനിലൂടെ, പരിശുദ്ധമായ റമളാനിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ സ്വായത്തമാക്കേണ്ടത്, നമ്മൾ നേടിയെടുക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം സുദൃഢമാക്കുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര തവണ പരിശുദ്ധ ഖുർആൻ മുഴുവനായി പൂർത്തിയാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചു? നമുക്ക് സമയമുണ്ടായിരുന്നു, നമുക്ക് ആരോഗ്യമുണ്ടായിരുന്നു, പരിശുദ്ധ ഖുർആനിന്റെ താളുകൾ നമ്മുടെ മുമ്പിൽ പരസ്പരമുണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാൻ സാധിച്ചത്? പ്രിയപ്പെട്ടവരെ, പോട്ടെ, ഓരോ തവണയെങ്കിലും ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തെടുക്കാൻ നമുക്ക് സാധ്യമായോ നമുക്ക് നമ്മൾ ആലോചിക്കുക. കാരണം നാളെ പരലോകത്ത് ഈ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ശുപാർശകനായി വരുമെന്നുള്ളത്. ഖുർആൻ ഓതിയ ആൾ വരുമെന്ന്
എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതാത്ത വ്യക്തിക്ക് അത് ലഭിക്കില്ലല്ലോ. നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം ആ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് നാളെ പരലോകത്ത് സാക്ഷിയായി കൊണ്ടുവരും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഖുർആൻ നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ നാളെ പരലോകത്ത് കടന്നു വരുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ പരിശുദ്ധ കലാം നമ്മൾ ഒരുപാട് തവണ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ നമ്മളത് പാരായണം ചെയ്യുമ്പോ നമ്മുടെ കൽവിലുള്ള ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? പരിശുദ്ധ കലാം പാരായണം ചെയ്യുമ്പോ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുതിർന്ന് വീണിട്ടുണ്ടോ? സ്വർഗത്തിന്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ സ്വർഗം എനിക്ക് നൽകണമേ അല്ലാ എന്ന് പറയാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ നാടുകൾ ഓതിക്കൊണ്ട് പള്ളികളിലൂടെ ഇത്തിഖാഫിലൂടെ സജീവമായിരുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് അടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിനെ മുതലെടുക്കാത്തവർക്ക് നഷ്ടമാണ്, ഇതിനെ കാര്യമായി കൊണ്ടുപോകാത്തവർക്ക് നഷ്ടമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ടാമതായി പരിശുദ്ധമായ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് പരിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള ഒരു ബന്ധമാണ്. ഇനി അത് തുടർച്ചയോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആ പരിശുദ്ധ ഖുർആൻ ഇനിയും ആദ്യം മുതൽ അവസാനം വരെ ഓതാൻ നമുക്ക് സാധ്യമാകണം, നമുക്ക് ഇഷ്ടമുണ്ടാകണം, അല്ലെ? ഇപ്പൊ നമ്മൾ ചെയ്തു കിട്ടിയ ചില കാര്യങ്ങൾ വളരെ ഭയനോടുകൂടി ഓരോ സൂറത്തുകളുടെ പേരും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മുടെ ഹൃദയത്തിൽ വെച്ചു. ളുഹറിന് നമ്മൾ കുറച്ച് പാരായണം ചെയ്തു, അസറിന് ജമാഅത്തിലേക്ക് നേരത്തെ എത്തി, വീണ്ടും പാരായണം ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്തൊരു പ്ലാൻ ഉണ്ടല്ലോ, അത് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തീരുമാനിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ, മൂന്നാമതായി ഈ പരിശുദ്ധമായ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് പാപമോചനമാണ്. പാപമോചനമാണ്. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും അർഹമുറാഹിമീനായ നാഥനിലേക്ക് ഏറ്റുപറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്, അല്ലേ? രഹസ്യമായി കൊണ്ടും പരസ്യമായി കൊണ്ടും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലൂടെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാണ്ഡങ്ങളെ അല്ലാഹുവിനോട് ലയിച്ചു വെക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഉമ്മ അറിയുന്നില്ല, ഉപ്പ അറിയുന്നില്ല, അധ്യാപകൻ അറിയുന്നില്ല, കൂട്ടുകാരൻ അറിയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എത്രയെത്ര തിന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നത്. ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പരിശുദ്ധമായ റമദാൻ ജീവിക്കുവാനുള്ള അവസരം കൊടുത്തിട്ട് അവന്റെ പാപങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊറുത്തു കൊടുത്തിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, അവനെ ഏറ്റവും വലിയ നഷ്ടക്കാരനാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഇതൊരു ഗൗരവപ്പെട്ട വിഷയമല്ലേ? കാരണം കഴിഞ്ഞ റമദാനിലുണ്ടായിരുന്ന എത്രയോ സഹോദരങ്ങൾ, എത്രയോ ആളുകൾ വസിയത്ത് ചെയ്ത ആളുകൾ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, ഇൽമു പറഞ്ഞു നമ്മുടെ ഗുരുനാഥന്മാർ ആരുടെ മണ്ണിൽ അന്തിയുറങ്ങുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിൽ സജീവമാകുവാനുള്ള ഒരു മാസക്കാലം സജീവമാകുവാനുള്ള അവസരം നമുക്ക് നൽകിയിട്ട് നമ്മുടെ നോമ്പ് ശരിയായിട്ടില്ല എങ്കിൽ, നമ്മുടെ പരിശുദ്ധ കലാപാരായണം ചെയ്യുന്നത് ശരിയായിട്ടില്ല എങ്കിൽ, നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങളൊക്കെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിലും വലിയൊരു നഷ്ടം പിന്നെ നമുക്ക് എന്താണുള്ളത്? അതുകൊണ്ട് പാപമോചനം നമുക്ക് സാധ്യമാക്കണം. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോ 3 തവണയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ആമീൻ എന്ന് പറയുകയുണ്ടായി. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഒരാൾ പ്രാർത്ഥിക്കുന്നതായി ഞങ്ങൾ കണ്ടില്ല, ഒരാൾ ദുആ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടില്ല, താങ്കൾ എന്തിനാണ് ആമീൻ എന്ന് പറഞ്ഞത് എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 മറുപടികളാണ് പ്രിയപ്പെട്ടവരെ. ഒന്നാമതായി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വാർദ്ധക്യമെത്തിയ മാതാപിതാക്കളുണ്ടായിട്ട് ആ ഉമ്മയെയും ഉമ്മയെയും നല്ലതുപോലെ നോക്കാത്തവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ് സഹാബ. ഉമ്മിപ്പിണ്ടായിട്ട് ആ ഉമ്മാനിപ്പാനി വേണ്ടതുപോലെ നോക്കിയില്ല. ഒരാൾക്കാരെ കാണുമ്പോൾ വലിയ സജീവമായിട്ട് ഉമ്മാനോടുമായിട്ട് ഭയങ്കര സ്നേഹ, എന്നാൽ ഉമ്മാനോട് ഉമ്മാനോട് വ്യക്തിപരമായിക്കൊണ്ട് വീട്ടിലോ ആ ഉപ്പക്കുമ്മക്ക് ചെയ്തു കൊടുക്കുന്ന ഹിദ്മത്തൊന്നും ചെയ്തില്ലവൻ. അവൻ നാശമടയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത നാശമടയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ്. അടുത്തത് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അദ്റക ശഹ്റ റമളാന ഫലം യുഗ്ഫർ ലഹു ഫദഖല അൻ-നാർ ഫഅബ്അദഹു അല്ലാഹ്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിലൂടെ ജീവിക്കുവാനുള്ള അവസരം കൊടുത്തു. നിസ്കരിക്കാൻ, നോമ്പ് നോൽക്കാൻ, സ്വതന്ത്ര നിർവഹിക്കുവാൻ, സകാത്ത് കൊടുക്കുവാൻ, പരിശുദ്ധ റമളാനിലൂടെ എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുവാനുള്ള അവസരം കൊടുത്തു. പക്ഷേ അവന്റെ പാപങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തതുമില്ല. അങ്ങനെയുള്ളവൻ വിദൂരത്താകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ് സഹാബ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ റമളാൻ നമുക്ക് അനുകൂലമായോ നമുക്ക് പ്രതികൂലമായോ നമ്മൾ ആലോചിക്കുക അല്ലേ? റമളാനിന്റെ നോമ്പ്, തറാവീഹ്, ലൈലത്തുൽ ഖദ്റിനൊക്കെ വിശദീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവനക്കുള്ള ബെനിഫിറ്റ് എന്താണ്? അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യുവാനുള്ള അവസരങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇനി അവശേഷിക്കുന്ന ദിനങ്ങൾ റബ്ബിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ മടങ്ങുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുവാനുള്ള മാർഗമാണ് പ്രിയപ്പെട്ടവരെ തൗബ എന്നത്. അറിഞ്ഞിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ വിഷയം നമ്മുടെ ജീവിതത്തിൽ? നോക്കൂ, നിങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗബത്തുൻ നസൂഹ് അതിനെ വിശദീകരിക്കുകയാണ്. അത്തൗബത്തുൻ നസൂഹ് അൻ യതൂബ മിനദ്ദംബി സുമ്മ ലാ യഊദു ഇലൈഹി. അതെ, ആത്മാർത്ഥമായ തൗബ എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കലാണ്. പാപങ്ങളിൽ നിന്ന് പരിപൂർണമായി കൊണ്ട് വിട്ടുനിൽക്കുന്നത്. ഏതുപോലെ? അതേ, കറന്നെടുത്ത പാൽ അതിലേക്ക് മടങ്ങാത്തതുപോലെ അത്രത്തോളം ആ പാപത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് തൗബത്തുൻ നസൂഹ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തൗബ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥന അല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലേ? സോനെ ഇത് ഞങ്ങൾ സ്വീകരിക്കണമേ. പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിന്റെ എല്ലാ ചൈതന്യങ്ങളെയും എല്ലാ നന്മകളെയും ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي نفسا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവർ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉറച്ചുകൊണ്ട് ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുവാനുള്ള അവസരം ലഭിച്ചത് ആ റമദാനിൽ വന്നു പോയിട്ടുള്ള ന്യൂനതകളെയും പരിഹരിക്കുവാനും പെരുന്നാളിന്റെ സുദിനത്തിൽ ഒരാളും പട്ടിണി കിടക്കാതിരിക്കുവാനും വേണ്ടി ഹിജ്റ 2-ാം വർഷം നിർബന്ധമാക്കിയതാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ തസക്ക, തീർച്ചയായും പരിശുദ്ധി നേടിയവർ വിജയം പ്രാപിച്ചിരിക്കുന്നു. മഹാനായ അബൂ സഈദ് അൽ-ഖുദ്രി അവർ വിശദീകരിക്കുന്നു ഈ ആയത്ത് ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധം? വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാവർക്കും അതെ, സ്ത്രീകളും പുരുഷന്മാരും അതുപോലെ തന്നെ ചെറിയവരും വലിയവരും സ്വതന്ത്രനും അടിമയും അടങ്ങുന്ന എല്ലാ മുസ്ലിങ്ങളുടെ മേലും ഇത് നിർബന്ധമാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, അത് നിർബന്ധമാകുന്ന സമയം അപ്പോഴാണ് ജനങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് കൊടുക്കുവാൻ പ്രത്യേകമായി കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എത്രയാണ് പ്രിയപ്പെട്ടവരെ അത് കൊടുക്കേണ്ടത്? ഹദീസിൽ കാണാം, ഒരു സ്വാഹ് ഭക്ഷ്യവസ്തുവാണ് എന്നാണ്. അഥവാ ഒരു സ്വാഹ് എന്ന് പറഞ്ഞാൽ 4 മുട്ട്. ഒരാളുടെ 2 കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ ഏകദേശം എത്ര ഉണ്ട്? അതുപോലെ 4 മുത്തുകൾ ചേർന്നതാണ് ഒരു സ്വാദ്. നമ്മുടെ കണക്ക് പ്രകാരം 2-2.5 കിലോ അരി വരുന്നതായിരുന്നു. നാട്ടിലെ മുഖ്യ ആഹാരമായിക്കൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിനോട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ചില ആളുകൾ ചെയ്യുന്ന എന്താ വെച്ചാൽ അവിടുന്ന് കൊടുക്കുന്ന ഇവിടെ കൊടുക്കും, ഇവിടുന്ന് കൊടുക്കുന്ന അവിടെ കൊടുക്കും, അങ്ങനെ ചെയ്യുന്നത്. അത് അതിന്റെ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു ചടങ്ങ് തീർക്കലല്ല പ്രിയപ്പെട്ടവരെ, അതൊരു പേര് തീർക്കലല്ല. അതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റാണ്. റമദാൻ വന്നുപോയ ഉന്നതകളെ പടച്ചവർക്ക് കൊടുത്തു തരും. അപ്പൊ നമ്മുടെ നീയത്ത്, നമ്മുടെ പ്രവർത്തനങ്ങളും ആ രൂപത്തിൽ നമ്മൾ നിർവഹിക്കുക. ഇനി ആർക്കാണ് നൽകേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സകാത്തുൽ ഫിത്രി തുറത്തുൽ ഇസ്വാഇമി മിനൽ ലഗ്വി വറഫസി. അതായത് നോമ്പുകാരുടെ ശുദ്ധീകരണമാണ് ഈ സകാത്തുൽ ഫിത്രിലൂടെ. വതുഅമതുൽ മസാകീൻ, പാവപ്പെട്ടവരുടെ ഭക്ഷണവുമാണ്. അഥവാ പാവപ്പെട്ടവർക്ക് ഒരു ഭക്ഷണമായിക്കൊണ്ടാണ് ഇതിനെ കാണുന്നതാണ്. അപ്പോ സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും ആ ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്തിന്റെ അവകാശികൾ സക്കാത്തിന്റെ അവകാശികൾ തന്നെയാണ് നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൽ കഴിഞ്ഞ് ശവ്വാൽ 1-ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചിട്ടുള്ള സന്തോഷിക്കുവാൻ വകുപ്പുള്ള ദിവസമാണ് ഈദുൽ ഫിത്ർ, പെരുന്നാൾ ദിവസം. ആ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് ആദാബുകൾ, സുന്നത്തുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നന്നായി കുളിക്കുക എന്നതാണ്. ആ നീയത്ത് വെച്ച് കുളിച്ചാൽ ആ കുളിക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നല്ല വസ്ത്രം ധരിക്കുക. അഥവാ പുതിയ വസ്ത്രം ധരിക്കണമെന്നില്ല, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം നമ്മൾ ധരിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സുഗന്ധമൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മുസല്ലയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ
എന്താണ് നടന്നുകൊണ്ട് പിന്നെ ഇതിനായിലേക്ക് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കൃത്യമായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ തക്ബീറിന്റെ ധ്വനികൾ നമ്മൾ ഉണർത്തുക. അഥവാ ശവ്വാൽ പിറവി കണ്ടത് മുതൽ തക്ബീറിന്റെ ധ്വനികൾ നമ്മൾ ഉയർത്തി നമസ്കാരത്തോടുകൂടി അവസാനിപ്പിക്കുന്ന രീതി നമ്മൾ നിർവഹിക്കുക. അതുപോലെ തന്നെ നേരത്തെ ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക. ആ ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ പ്രത്യേകമായിക്കൊണ്ട് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയുടെ വിഷയത്തിൽ പ്രത്യേകമായ ശ്രദ്ധ കാണിക്കുമായിരുന്നു. സ്വഹാബികളെ ആ സ്വതക്ക എടുക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ പള്ളിയിൽ നമ്മൾ ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ നമ്മൾ ആ രൂപത്തിലുള്ള സ്വതക്കകൾ കരുതിക്കൊണ്ടായിരിക്കണം നമ്മൾ വരേണ്ടത്. ഒരു വഴിയിലൂടെ വന്ന് വേറൊരു വഴിയിലൂടെ തിരിച്ചു പോവുക. ഇതൊക്കെ ഈ ദിവസത്തെ നമ്മൾ ചെയ്യേണ്ടുന്ന മര്യാദകൾ ആദാബുകൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മളത് നഷ്ടപ്പെടുത്തിയാൽ, ഒരു സുന്നത്തല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്കതിന്റെ നഷ്ടം നമുക്ക് നാളെ പരലോകത്ത് ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായിക്കൊണ്ട് അടുക്കുവാനുള്ള ഈ അവസരങ്ങളെ നമ്മൾ കൃത്യമായി നിറവേറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. 2-3 വിഷയങ്ങൾ കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഫിത്ർ സകാത്തിന്റെ പണം സ്വീകരിക്കുന്ന അവസാന ദിവസം ഇന്നാണ് എന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൊടുക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാൾ നമസ്കാരം കൃത്യം 7:30 തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ജലീൽ സാഹിബിന്റെ മുറ്റത്ത് വെച്ചിട്ടുള്ള പ്രത്യേകമായ ക്ലബിലാണ് നമ്മൾ നിർവഹിക്കുന്നത്. എല്ലാവരും സമേതം അവിടെ പങ്കെടുക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. മാറാകട്ടെ. കഴിഞ്ഞ 2-3 കുടുംബങ്ങളിലായി നമ്മുടെ പള്ളിയിൽ പിന്നെ സോളാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പറഞ്ഞിരുന്നു. ഒരുപാട് സഹോദരങ്ങൾ ആത്മാർത്ഥമായിക്കൊണ്ട് സഹായിച്ചതായി അറിയിച്ചിട്ടുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ സമ്പത്ത് അഭിവൃദ്ധി കാണിച്ചുമാറാകട്ടെ. അതിന്റെ ഫണ്ട് പൂർണ്ണമായിട്ടില്ല, ഇനിയും അതിലേക്ക് ഫണ്ട് ആവശ്യമുണ്ട്. ആർക്കെങ്കിലും പിന്നെ വെളിയിൽ നിന്നെങ്കിൽ അന്നാന്റെ മാർഗത്തിൽ സ്വതന്ത്രം ജാരിയായി നമുക്കത് ലഭിക്കുവാനുള്ള ഒരു വകുപ്പാണ്. അതുകൊണ്ട് ഈ പണം നമുക്ക് ഇപ്പം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പേര് വർദ്ധിച്ചാൽ അതും ഇവിടെ വലിയൊരു സമാധാനത്തിന്റെ കാര്യമാണ്. ആ കാര്യത്തിലും പ്രത്യേകമായ ഒരു ശ്രദ്ധ എല്ലാവരും കാണിക്കുക. പരിശുദ്ധമായ റമദാൻ നമ്മളോട് ഏതാനും ചില ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മളോട് കൂടെ പറയാൻ നമുക്ക് സന്ദർഭമാണ്. ചെയ്തു പോയ എല്ലാ കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ അല്ലാഹുവേ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറയുവാനും ചെയ്ത കർമ്മങ്ങൾ അല്ലാഹുവോട് സ്വീകരിക്കുമാറാകണേ എന്ന് പറയുവാനും വിശ്വാസികളെ നമ്മൾ സമയം കണ്ടെത്തേണ്ടുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്ത പരിശുദ്ധ ഖുർആൻ പാരായണങ്ങളും നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങളും എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളെ ന്യൂനതകളെ തീർത്തുമാക്കി മാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ അയൽവാസികൾ, കുടുംബക്കാർ, ഉൾനാഥന്മാർ എല്ലാവരുടെയും അവരുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നിങ്ങളെയും എന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞിട്ടും അറിയാതെ പോയ പാപങ്ങൾ മാറാകട്ടെ. ഞങ്ങളുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അവരുടെ മരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم تقبل صيامنا، اللهم تقبل ركوعنا وسجودنا وقيامنا يا رب العالمين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.